ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു നോർത്ത് ഇന്ത്യൻ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മളൊരു സ്റ്റഫ്ഡ് പൊറോട്ടയാണ് ആക്കുന്നത്. പൊറോട്ടയല്ല, പറാഠ. അങ്ങനെയാണ് എൻ്റെ ആക്ച്വൽ പ്രൊനൗൺസിയേഷൻ. ഹിന്ദിയിൽ നമ്മൾ അവരാക്കുന്ന പറാഠയ്ക്ക്. ഓക്കെ, സോ നമുക്ക് എങ്ങനെ ആക്കുന്ന നോക്കാം. ആദ്യം തന്നെ ഞാൻ ആട്ട സാധാരണ കുഴച്ച് വെച്ചിട്ടുണ്ട്, സാധാരണ പോലെ. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ ഫുൾ ഗോബി അല്ലെങ്കിൽ കോളിഫ്ലവറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ ഞാനൊരു സവാള എടുത്തിട്ടുണ്ട്, പച്ചമുളക്, മല്ലിയില. പിന്നെ പൊടികളിൽ നമ്മൾ മഞ്ഞൾപ്പൊടി, കശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ മല്ലിപ്പൊടി, പിന്നെ നമ്മൾ കുറച്ച് ജീരകം എടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ എടുക്കുന്ന എണ്ണ റിഫൈൻഡ് ഓയിലായിരിക്കണം. അതേപോലെ തന്നെ പൊട്ടറ്റോ ഞാൻ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ പീൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കുക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ആദ്യത്തെ കുറച്ച് കട്ടിങ്ങും ബോയിലിങ്ങും ഒക്കെയാണ്. പിന്നെ നമുക്ക് ഈസി ആയിട്ട് സ്റ്റഫ് ചെയ്തെടുക്കുകയേ വേണ്ടൂ. അപ്പോൾ അത് തീർച്ചയായിട്ടും നോക്കണം. അതുപോലെ കോക്കനട്ട് ഓയിലിൽ ആക്കാനേ പാടില്ല. നോർത്ത് ഇന്ത്യൻ ഡിഷസൊക്കെ നമ്മൾ റിഫൈൻഡ് ഓയിലിൽ തന്നെ ആക്കണം. അപ്പോൾ ഞാൻ കോളിഫ്ലവർ അറിയാമല്ലോ, നമ്മളെപ്പോഴും അതിൻ്റെ പുഴു ഇതൊക്കെ ഉണ്ടാവും, അത് കളയാൻ വേണ്ടിയിട്ട് തിളച്ച വെള്ളത്തിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കുറച്ച് സമയം ഒന്ന് ചൂടാക്കി എടുക്കുക ചെയ്യുക. അപ്പോൾ അത് ക്ലീൻ ആയിക്കോളും. അതേസമയം പാരലി ഞാനിവിടെ ബോയിൽ ചെയ്ത് വെച്ച പൊട്ടറ്റോൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി മാഷ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു നൈഫ് വെച്ചിട്ട് ആദ്യം ഈ പൊട്ടറ്റോനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ കോളിഫ്ലവറും പാരലായിട്ട് കുക്കായിട്ടുണ്ട് കണ്ടോ. കൈ വെച്ചിട്ട് തന്നെ നമുക്കിങ്ങനെ അടർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ ഒരു മാഷർ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പൊട്ടറ്റോ മാഷ് ചെയ്തെടുക്കാം. ഇത് വുഡനാണ് കേട്ടോ, അപ്പോൾ പിന്നെ ഹെൽത്തിനും വേറെ ഇതൊന്നുമില്ല, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെയും കിട്ടും. ഇത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് മാഷ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഫോർക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ സ്പൂണോ തവി വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒന്ന് പൊട്ടറ്റോ എല്ലാം ഉടച്ചെടുക്കുക. ഇനി നമ്മൾ ഈ കോളിഫ്ലവർ ഞാൻ ചോപ്പറിൽ വെച്ചിട്ട് ഒന്ന് ഫൈനായി ചോപ്പ് ചെയ്തെടുക്കും. അപ്പോൾ പിന്നെ നമുക്ക് ഈസി ആയിട്ട് മിക്സ് ചെയ്യാം. ഇത് ഞാൻ അങ്ങനെ അങ്ങനെ മാഷ് ചെയ്യാൻ ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഒരാളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് അങ്ങനെ മാഷ് ചെയ്തിട്ട് ഇഷ്ടമാണെങ്കിൽ അതുപോലെയും ചെയ്യാം കേട്ടോ. നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് പെട്ടെന്നൊന്ന് കട്ട് ചെയ്തെടുത്താലോ. അപ്പോൾ ആദ്യം തന്നെ ഇഞ്ചി ഒന്ന് കൊത്തി അരിയുന്നുണ്ട്. ഇഞ്ചി നല്ലതായിട്ട് ചെറുതായിട്ട് അരിയണം കേട്ടോ, കടിക്കാനൊന്നും അങ്ങനെ കിട്ടാതെ അത്രയും ചെറുതായിട്ട് നമുക്ക് ഇതുപോലെ ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഷാർപ്പ് നൈഫ് വെച്ച് ഒന്ന് കൊത്തി അരിഞ്ഞാൽ മതി. അതുപോലെ തന്നെ നമ്മൾ സവാളയും ചെറിയതായിട്ട് കൊത്തി അരിയണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വലിയ സവാള എടുത്താൽ മതി ഈ ഒരു ക്വാണ്ടിറ്റിക്ക്. ഞാനിവിടെ ഏകദേശം ഒരു 3 പൊട്ടറ്റോ, അതുപോലെ തന്നെ ഒരു ചെറിയ കാൽഭാഗം കോളിഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം നമുക്കൊരു 6 പൊറോട്ട ആക്കാൻ പറ്റുന്ന ഒരളവാണിത്. ഓക്കെ, അപ്പോൾ എല്ലാ കട്ടിങ്ങും കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒരു കുറച്ച് വലിയ പാത്രം എടുത്ത്, ഞാൻ നോൺ സ്റ്റിക്ക് പാത്രം എടുത്തിരിക്കുന്നത്, എങ്ങനത്തെ പാത്രമായാലും എടുക്കുക. ഓക്കെ, എടുത്തിട്ട് നമ്മൾ അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് റിഫൈൻഡ് ഓയിൽ ഒഴിക്കുക. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് ചൂടാകുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ജീരകം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ജീരകം ഒന്ന് ചൂടായി പൊട്ടാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കൊത്തി അരിഞ്ഞ് വെച്ച സവാള, ഇഞ്ചി, അതുപോലെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലുള്ളതാണെങ്കിൽ, ചെറിയ മക്കൾക്കൊക്കെ കൊടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകൊന്ന് ഒഴിവാക്കാം, അല്ലെങ്കിൽ പച്ചമുളക് ഇടുന്നത് നല്ലതാണ്, നല്ലൊരു ടേസ്റ്റാണ് അതിന്. ഓക്കെ, അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക. ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്ന വരെ നമ്മളിതിനെ മൂപ്പിച്ചെടുക്കണം. പിന്നെ ഇതിനകത്തേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, കശ്മീരി ചില്ലി പൗഡർ ഒരു 1/2 ടീസ്പൂൺ, അതുപോലെ തന്നെ കൊറിയാണ്ടർ പൗഡർ അല്ലെങ്കിൽ മല്ലിപ്പൊടി നമ്മൾ ഏകദേശം ഒരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ എന്ന് പറയാം. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നല്ല മസാലയ്ക്ക് മൂത്ത മണം വരണം, അതുവരെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് പല സ്റ്റഫിങ്സും ഇടാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ സപ്പോസ് നമ്മളെടുത്ത് പൊട്ടറ്റോ കുറവാണ് വിചാരിക്കുക, അപ്പം നമുക്ക് ഇതുപോലെയുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ട് അങ്ങ് സ്റ്റഫിങ്ങിന് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ മാഷ് ചെയ്ത് വെച്ച പൊട്ടറ്റോവും അതുപോലെ തന്നെ കോളിഫ്ലവറും എല്ലാം ഇതിലിട്ടിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും പാകത്തിന് ഉപ്പും ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം ഈ ഒരു കളറിലാണ് നമുക്കിത് കിട്ടുക. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റഫിങ്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കേണ്ട തവ വയ്ക്കാം. അപ്പം നമ്മളിതിന് കമ്പാരിറ്റീവ്ലി ആട്ട കുറച്ച് കൂടുതലെടുക്കണം.
കാരണം നമ്മൾ ഫില്ലിംഗ് ഒക്കെ ഇടുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ രണ്ട് വശവും നന്നായിട്ട് പൊടിയൊക്കെ മുക്കി ഇച്ചിരി പരത്തിയിട്ട് ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് 4 സൈഡും ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് നല്ലപോലെ പൊടിയിൽ മുക്കിയിട്ട് കൈ വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് പരത്തി കൊടുക്കുക കുറച്ച് ഭാഗം. പിന്നെ നമ്മൾ ലൈറ്റ് വെയിറ്റ് ആയിട്ട് അധികം പ്രസ് ചെയ്യാതെ ലൈറ്റായിട്ട് ഒന്ന് ഇതുപോലെ പരത്തിയെടുക്കുക. അപ്പോൾ അധികം പ്രസ് ചെയ്താൽ ഫില്ലിംഗ് പുറത്തേക്ക് ചാടും. അതുപോലെ തന്നെ നന്നായി പൊടി മുക്കണം, അല്ലെങ്കിലും ഫില്ലിങ് നമുക്ക് ഒട്ടിപ്പിടിക്കും. ഇനി നമുക്ക് ഇതിന് നെയ്യാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓയിലും നെയ്യും രണ്ടും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ തവ നന്നായി ചൂടാകുമ്പോഴേക്കും നമുക്ക് ഈ പൊറോട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കുക്കിംഗ് ടൈം ഇച്ചിരി കൂടുതലാണ്, കാരണം നല്ല കട്ടിയുണ്ടല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് വേണം തിരിച്ചും മറിച്ചു വിടാൻ വേണ്ടിയിട്ട്. അതുപോലെ ഒരു ഭാഗം കുറച്ച് കുക്കാകുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് അരുവിലൂടെ ഈ എണ്ണ റിഫൈൻഡ് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇച്ചിരി ഒരു ഭാഗം കുക്കായി എന്ന് കാണുമ്പോഴേക്കും മറിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ നെയ്യ് പുരട്ടി കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഒത്തിരി ഹെൽത്തിയുമായ ഒരു ഡിഷാണിത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. നമുക്കിപ്പോൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലൊക്കെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരു വെറൈറ്റി ആണല്ലോ അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്നും ദോശയും ചമ്മന്തിയൊക്കെ കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒരു സാറ്റർഡേ സൺഡേ ഒക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. സ്പെഷ്യലി ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പൊറാട്ട റെഡിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. താങ്ക്